രാമനും സംഘവും കോസല രാജ്യത്തിന്റെ അതിർത്തിയും കടന്ന് ഗംഗയുടെ തീരത്തുള്ള ശൃംഗവേരിപുരം എന്ന സ്ഥലത്ത് വിശ്രമിച്ചു. പിറ്റേന്ന് രാവിലെ സുമന്ത്രരെ അയോധ്യയിലേക്ക് തിരിച്ചയച്ചു. പിന്നീട് അവർ അവിടെ നിന്നും ഗംഗയും യമുനയും സംഗമിക്കുന്ന പുണ്യസ്ഥലമായ പ്രയാഗിൽ എത്തിച്ചേർന്നു. അവിടെ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ താമസിച്ച അവർ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ചിത്രകൂട പർവ്വതത്തിലേക്ക് യാത്രയായി. അവിടെ എത്തി അവർ വാത്മീകി മഹർഷിയെ സന്ദർശിച്ചു. വാത്മീകി മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ചിത്രകൂട പർവ്വതം സ്ഥിരതാമസത്തിന് പറ്റിയ ഇടമാണെന്ന് മനസ്സിലാക്കുകയും അവിടെ താമസിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ചിത്രകൂട പർവ്വതത്തിൽ അവർ ഒരു പർണശാല പണിത് അതിൽ താമസമാക്കി.